ഡിജിറ്റൽ ലോകത്തെ കത്തിടപാടുകളെ ഇമെയിൽ എന്നാണ് വിളിക്കുന്നത്. കത്തുകളിൽ എഴുതി തയ്യാറാക്കിയ വിവരങ്ങൾ മാത്രമാണ് അയക്കാൻ കഴിയുന്നത്. എന്നാൽ ഇമെയിലുകളിൽ ചിത്രങ്ങൾ, ഡോക്യുമെന്റുകൾ, ഓഡിയോ, വീഡിയോ ഫയലുകൾ എന്നിവയും നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയും. മാത്രമല്ല, നിമിഷ നേരം കൊണ്ട് ഇമെയിലുകൾ സ്വീകർത്താവിൻ്റെ ഇമെയിൽ വിലാസത്തിൽ എത്തിച്ചേരും. സർക്കാർ അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കുമ്പോൾ ഒരു ഇമെയിൽ വിലാസം നൽകേണ്ടതുണ്ട്. മാത്രമല്ല, ഇന്റർനെറ്റ് മുഖേനയുള്ള ഏത് സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും ഈ ഇമെയിൽ വിലാസം അനിവാര്യമാണ്. ഇമെയിൽ സേവനം നൽകുന്ന നിരവധി ഓൺലൈൻ സേവന ദാതാക്കളുണ്ട്. ജിമെയിൽ, ഹോട്ട്മെയിൽ, യാഹൂ മെയിൽ, മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക് എന്നിവർ ഇതിൽ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഇമെയിൽ സംവിധാനം ഗൂഗിൾ നൽകുന്ന ജിമെയിൽ സർവീസാണ്. ഉദാഹരണത്തിന്, ജിമെയിലിൽ അനുജ എന്നയാളുടെ പേരിൽ ഒരു ഇമെയിൽ വിലാസം തുടങ്ങണമെങ്കിൽ anuja@gmail.com എന്ന ഒരു ഇമെയിൽ വിലാസത്തിൽ തുടങ്ങാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ടത്, ഈ പേരിൽ ഒരു ഇമെയിൽ വിലാസം മറ്റൊരാൾ ഇതിനു മുൻപ് നിർമ്മിച്ചതാകാൻ പാടില്ല. ഇത്തരം സാഹചര്യത്തിൽ പേരിൻ്റെ ഇനിഷ്യൽ, സ്ഥലപ്പേര്, നമ്പറുകൾ എന്നിവ പേരിനോട് ചേർത്ത് ഇമെയിൽ വിലാസത്തിൻ്റെ ലഭ്യത തിരയാവുന്നതാണ്. anuja.vn11@gmail.com എന്നത് അത്തരമൊരു ഇമെയിൽ വിലാസത്തിന് ഉദാഹരണമാണ്. ജിമെയിൽ സർവീസിൽ നിന്നും സ്മാർട്ട് ഫോണിലൂടെ എങ്ങനെയാണ് ഒരു ഇമെയിൽ വിലാസം നിർമ്മിക്കുന്നത് എന്ന് നോക്കാം. ഇതിനായി സ്മാർട്ട് ഫോണിൽ ജിമെയിൽ എന്നൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. ജിമെയിൽ ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്ത് കണ്ടെത്തി ഓപ്പൺ ആക്കുക. ഇവിടെ വേറെ ആരുടെയെങ്കിലും ജിമെയിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കാണാവുന്നതാണ്. മുകളിൽ കാണുന്ന ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്താൽ ആ മൊബൈലിൽ ലോഗിൻ ചെയ്തിരിക്കുന്ന എല്ലാ ഇമെയിൽ വിലാസങ്ങളും ലിസ്റ്റ് ചെയ്ത് കാണാവുന്നതാണ്. സ്ക്രീനിൻ്റെ ഏറ്റവും താഴെയായി ആഡ് അനദർ അക്കൗണ്ട് എന്ന ഓപ്ഷൻ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സെറ്റപ്പ് ഇമെയിൽ എന്നൊരു സ്ക്രീൻ വരുന്നു. ഇതിൽ ഗൂഗിൾ എന്നത് തിരഞ്ഞെടുക്കുക. അപ്പോൾ തെളിയുന്ന സ്ക്രീനിൽ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഫോർ മൈസെൽഫ് എന്നത് തിരഞ്ഞെടുക്കുക. ഓപ്പണായി വരുന്ന സ്ക്രീനിൽ ഫസ്റ്റ് നെയിം എന്ന ബോക്സിൽ സ്വന്തം പേര് ടൈപ്പ് ചെയ്ത് നൽകിയ ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഡേറ്റ് ഓഫ് ബർത്ത് നൽകുക. ഒരു ഏകദേശ തീയതി നൽകിയാൽ മതിയാകും. അടുത്തതായി ശരിയായ ജെൻഡർ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ചില ഇമെയിൽ വിലാസങ്ങൾ സ്ക്രീനിൽ തെളിയും. ഇതിൽ ഏതെങ്കിലും തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകാം. നിങ്ങൾ സ്വയം ഒരു ഇമെയിൽ വിലാസം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ക്രിയേറ്റ് യുവർ ഓൺ ജിമെയിൽ അഡ്രസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അപ്പോൾ തെളിയുന്ന ബോക്സിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇമെയിൽ വിലാസം ടൈപ്പ് ചെയ്ത് നൽകുക. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മൾ നൽകിയ ഇമെയിൽ വിലാസം ലഭ്യമാണോ എന്നറിയാവുന്നതാണ്. വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ മറ്റു പേരുകളും നമ്പറുകളും ഉൾപ്പെടുത്തി ലഭ്യമായ ഒരു ഇമെയിൽ വിലാസം ഉണ്ടാക്കാവുന്നതാണ്. അങ്ങനെ ലഭ്യമായ ഇമെയിൽ വിലാസം സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ പാസ്വേഡ് നൽകാനായി ഒരു ബോക്സ് വരുന്നു. ഇവിടെ നിങ്ങൾക്ക് ഓർത്തുവെക്കാൻ കഴിയുന്ന അക്ഷരങ്ങൾ, അക്കങ്ങൾ, അടയാളങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി ഒരു പാസ്വേഡ് നൽകാൻ ശ്രദ്ധിക്കുക. അപ്പോൾ തെളിയുന്ന സ്ക്രീനിൽ യെസ് ഐ ആം ഇൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം ഓപ്പൺ ആകുന്ന സ്ക്രീനിൽ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് ഐ എഗ്രി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഓപ്പണായി വരുന്ന ജിമെയിൽ ആപ്ലിക്കേഷനിൽ സ്ക്രീനിൻ്റെ മുകളിലുള്ള ചിത്രത്തിൽ ക്ലിക്ക് ചെയ്താൽ ലിസ്റ്റ് ചെയ്യുന്ന ജിമെയിലുകളിൽ നിന്ന് താങ്കൾ ഇപ്പോൾ നൽകിയ ജിമെയിൽ വിലാസം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തെളിയുന്ന സ്ക്രീനിൽ പ്രൈമറി എന്നെഴുതിയതിന് താഴെയായി ഗൂഗിൾ കമ്മ്യൂണിറ്റി ടീം താങ്കൾക്ക് അയച്ച ആദ്യ ഇമെയിൽ കാണാവുന്നതാണ്. ഈ ഇമെയിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കി വായിക്കാവുന്നതാണ്. ഇനി എങ്ങനെയാണ് ഒരു ഇമെയിൽ അയക്കുന്നതെന്ന് നോക്കാം. അതിനായി കമ്പോസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓപ്പണായി വരുന്ന സ്ക്രീനിൽ ഫ്രം ബോക്സിൽ നമ്മൾ തയ്യാറാക്കിയ ഇമെയിൽ വിലാസം കാണാം. ടു എന്നെഴുതിയ ബോക്സിൽ നമുക്ക് ഇമെയിൽ അയക്കേണ്ട വ്യക്തിയുടെയോ സ്ഥാപനത്തിൻ്റെയോ ഇമെയിൽ വിലാസം നൽകുക. ശേഷം സബ്ജക്റ്റ് എന്നെഴുതിയ ബോക്സിൽ ഇമെയിൽ എന്തിനെപ്പറ്റിയാണ് എന്ന് ടൈപ്പ് ചെയ്ത് നൽകാവുന്നതാണ്. അതിന് തൊട്ട് താഴെയായി മെസ്സേജ് ടൈപ്പ് ചെയ്ത് സ്ക്രീനിൻ്റെ മുകളിൽ കാണുന്ന ത്രികോണ ആകൃതിയിലുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇമെയിൽ അയച്ചു എന്ന് സൂചിപ്പിക്കുന്ന സെൻഡ് എന്നൊരു മെസ്സേജ് സ്ക്രീനിൽ തെളിയുന്നു. താങ്കൾ അയച്ച ഇമെയിലുകളെല്ലാം കാണാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ സ്ക്രീനിൻ്റെ ഇടതുഭാഗത്ത് മുകളിലായുള്ള 3 വര പോലെ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തെളിയുന്ന ഓപ്ഷനിൽ സെൻഡ് എന്നത് തിരഞ്ഞെടുത്താൽ നമ്മൾ അയച്ച ഇമെയിലുകളെല്ലാം ലിസ്റ്റ് ചെയ്ത് കാണാവുന്നതാണ്. തിരിച്ച് നമുക്ക് ലഭിച്ച ഇമെയിലുകൾ കാണുന്നതിന് പ്രൈമറി എന്ന ഓപ്ഷനും തിരഞ്ഞെടുക്കാം. ഇങ്ങനെയാണ് ഒരു ഇമെയിൽ ഉപയോഗിക്കേണ്ടത്.